ഞങ്ങളോട് സംസാരിക്കണം. ഹലോ ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഈ അടുത്ത് കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ, ഒരു സന്തോഷം തോന്നിയിട്ടുള്ള ഒരു മനോഹരമായ വീഡിയോനെ പറ്റി സംസാരിക്കാനാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഇപ്പം ഇത്രയൊക്കെ ഔട്ട്പുട്ട് കാണുമ്പോൾ നിങ്ങൾ കരുതും എന്താണ് സംഭവം? വളരെ കുഞ്ഞു കാര്യമാണ്. നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോയിലോട്ടൊന്ന് പോവാം. ചേട്ടന് തോന്നി ചേട്ടന് വേറെ ആയിരിക്കും നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് അദ്ദേഹം കയറി വന്നതാണ്. അപ്പൊ അപ്പൊ ഇതാണ് വീഡിയോ. എനിക്കറിയില്ല എത്ര പേര് ഈ വീഡിയോ കണ്ടു, അല്ലെ എത്ര പേര് ഇതിന്റെ റിയാക്ഷൻ വീഡിയോ കണ്ടു എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഏറ്റവും വൈകുന്നേരം എൻ്റെ വീഡിയോ എടുത്തു പോയി കഴിഞ്ഞ് ഞാൻ കണ്ട് ശ്രദ്ധയിൽപ്പെട്ട് തിരിച്ചു വന്നെടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ഈ നടീനെ എല്ലാവർക്കും അറിയാലോ. ഒരു ഷോപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നറുക്കെടുപ്പ്. നറുക്കെടുപ്പ് എന്ന് പറയുന്ന സമയം തന്നെ എൻ്റെ മനസ്സിൽ വരുന്നത് കുഞ്ഞാൻ പാണ്ടിക്കാടാണ്. എൻ്റെ ഭഗവാനെ, ഒരു 3-4 ദിവസം എനിക്ക് തോന്നുന്നു അത്യാവശ്യം എനിക്ക് റീച്ച് കയറിയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് കുഞ്ഞാൻ പാണ്ടിക്കാട്. അപ്പോൾ കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ നറുക്കെടുപ്പൊക്കെ അറിയാമല്ലോ. ആ നറുക്കെടുപ്പല്ല കേട്ടോ, വളരെ ഡീസൻ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു നറുക്കെടുപ്പ് പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാമിന് സ്റ്റേജിൽ കയറിയിട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഈ പെർട്ടിക്കുലർ നമ്മൾ ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏജ് ആയിട്ടുള്ള ആ മനുഷ്യൻ, ആളുടെ പേര് എനിക്കറിയില്ല, ആളറിയാണ്ട് തനിക്കാണ് ഗിഫ്റ്റ് എന്ന് കരുതി സ്റ്റേജിലോട്ട് കയറി വരികയാണ്. അത്രയും ജനക്കൂട്ടത്തിനിടയിലാണ് കയറി വരുന്നത്. കയറി വന്നപ്പോഴാണ് ആളല്ല മാറി എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ആളെ ഇൻസൾട്ട് ചെയ്യാണ്ട്, ആളെ മാറ്റി നിർത്താണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർ കണ്ടു ഉന്തിപ്പോ നിങ്ങളല്ല, നിങ്ങളെന്തിനും ഇങ്ങോട്ട് വന്നേ, പോ അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഈ സമയത്ത് വളരെ നല്ല രീതിയിൽ ആ പെർട്ടിക്കുലർ ആങ്കർ ഈ പെർട്ടിക്കുലർ വ്യക്തിനെ എന്ന് വെച്ചാൽ ഈ സ്റ്റേജിലോട്ട് വന്ന വ്യക്തിനെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കയറി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് നിർത്തി ഇറങ്ങുകയാണ്. പുള്ളി ഇങ്ങനെ ഇറങ്ങി പോകുന്ന കണ്ട സമയത്ത് ആ സ്റ്റേജിൽ നിന്ന് അനുശ്രീക്ക് വിഷമം ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു ഇതിലോട്ട് പോയി. കാരണം അത്രയും പ്രായമായ ആള് പ്രതീക്ഷിച്ചുകൊണ്ട് സ്റ്റേജിലോട്ട് കയറി വരുമ്പോൾ താങ്കൾക്കല്ല എന്ന് പറഞ്ഞ് ഇറക്കി വിടേണ്ടി വരുമ്പോഴുള്ള അവരുടെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാലോ. അങ്ങനെ അനുശ്രീൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പം നമുക്ക് ആ ഒരു പീസ് ഒന്ന് കാണാം. അത് ഞാൻ കൊടുത്തില്ല. അല്ല, അത് ഞാൻ അത് ഞാൻ കൊടുത്തു. അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നേക്കാം. ഓക്കെ. ഞാൻ തന്നേക്കാം. കയറി വരുമ്പോ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഫീലിങ്സ് ഒരുപോലെയാണ്. ചേട്ടനൊക്കെ അത് ഉള്ളതുകൊണ്ട് തൊട്ടറിഞ്ഞതാണ്. മനസ്സിയുടെ കയ്യിലുള്ള ഒരു ചെറിയ സമ്മാനം ചേട്ടൻ നൽകാണ്. ഇത് ഓണം. ഇതൊക്കെയാണ് മനുഷ്യപ്പെറ്റ്, അല്ലെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരാള്. പൊതുവെ നമ്മൾ ഇനാഗ്രേഷന് വരുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അവർക്ക് ഒന്നിനും ടൈമില്ല. വേഗം കയറി വരുന്നു, 2 ഹായ് കൊടുക്കുന്നു, 3 വർത്താനം പറയുന്നു, ഇറങ്ങിപ്പോകുന്നു. എനിക്കറിയില്ല വേറെ എത്ര നടിമാർ ഇതുപോലൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാൽ എങ്ങനെയെങ്കിലും ഒരു പൈസ എടുത്ത് അവർക്ക് കൊടുക്കുന്നുള്ളത്. അനുശ്രീ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആ കടയത്തെ ആള് പറയാണ് വേണ്ട ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറയുമ്പോഴും അനുശ്രീ അങ്ങോട്ട് ബെഗ് ചെയ്ത് ചോദിക്കുകയാണ് പ്ലീസ് എനിക്ക് കൊടുക്കണം എന്നാൽ മാത്രമേ റെഡിയാവും, എൻ്റെ മനസ്സ് നാളെ പോസിറ്റീവ് ആവൂ എന്ന് ചോദിക്കുന്നു. ഞാൻ പൈസ ഗൂഗിൾ പേ ചെയ്ത് തരാം, നിങ്ങളൊരു 10,000 റുപ്പീസ് എനിക്ക് തരൂ എന്നൊക്കെ പറഞ്ഞ് ആ പൈസ അങ്ങ് കൊടുത്തു. അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു ഡയലോഗ് ഉണ്ട്, ഇത് ചെയ്തില്ലെങ്കിൽ ഇന്ന് എനിക്ക് സമാധാനത്തോടു കൂടി കടന്നുറങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ പെർട്ടിക്കുലർ ഇവരുടെ സ്വഭാവത്തെക്കുറിച്ചൊന്ന്. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് നറുക്കെടുപ്പ് കണ്ടിരുന്നു അല്ലേ, വെറും കള്ളത്തരവും കപടവും കോടികൾ തട്ടിയെടുത്തത്. നമ്മുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസറിന്റെ പേര് വരെ അതുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിരുന്നു. അതിൽ നിന്ന് മാറി ഒരാൾക്ക് ഈ തലത്തിൽ ചിന്തിക്കാനും ഈ തലത്തിൽ സഹായം ചെയ്യാനും തോന്നുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെയല്ലേ മനുഷ്യന്മാർ എന്ന് പറയുന്നത്.